ഹലോ ഗൈസ്, നമുക്ക് ലാസ്റ്റ് നോമ്പിലെ ഡേ ഇൻ മൈ ലൈഫ് നോക്കാം. ഇന്ന് എനിക്ക് രാവിലെ എക്സാം ഇല്ലായിരുന്നു. അങ്ങനെ ട്യൂഷൻ വിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു കേട്ടോ. നോമ്പായതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് ഐസിട്ട് വെള്ളമൊക്കെ വേണം, അത് നിർബന്ധമാണ്. അതിനെ ഫീസറിൽ വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ഞാൻ കുളിച്ച് വന്നപ്പം ഉമ്മ ബാക്കിൽ അടുപ്പൊക്കെ സെറ്റാക്കിയിട്ട് ഈ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ടൈം നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് സ്കൂളിൽ പോകാനുള്ള നേരമായിട്ടുണ്ടെന്ന്. എനിക്കിന്ന് ഉച്ചയ്ക്കായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അതിന് ഞാൻ സ്കൂളിലേക്കൊക്കെ പോയി വന്നു, നോമ്പൊക്കെ തുറന്നു. പിന്നെയാണ് മനസ്സിലാണ് നാളെ പെരുന്നാളാണെന്ന്. അങ്ങനെ നമ്മൾ പുറത്ത് പോവാണ്. എനിക്കിൻ്റെ ഡ്രസ്സ് അടിച്ച് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കല്ലായിലുള്ള ഫാൻസി പോകാമെന്ന് വിചാരിച്ചു, മേമക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ മേടിക്കാൻ വേണ്ടി. അവിടെയാണ് നല്ല തിരക്കായിരുന്നു. പോണ വഴിക്ക് ആ ഐശ്വര്യത്തി ഉപ്പിലിട്ടൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനുണ്ടായിരുന്നു ഉപ്പിലിട്ടിരുന്നേനു. അതിന് വീട്ടിലെത്തിയപ്പോൾ ഉപ്പ് എനിക്ക് മൈലാഞ്ചിയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ശർക്കര മൈലാഞ്ചി റെഡിയാക്കി കൊണ്ടിരിക്കുന്നു കേട്ടോ. എന്തായാലും പിന്നെ ബാക്കിലിരുന്നിട്ട് പൂത്തിരി കമ്പിത്തിരിയൊക്കെ കത്തിക്കാനും ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കൂടി. പിന്നെ മൈലാഞ്ചിട്ടപ്പോൾ ശരിക്കും പറഞ്ഞെങ്കിൽ ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് തന്നെ കോളായിട്ടുണ്ട് ഗൈസ്. സംഭവം എന്താ വെച്ചാൽ മൈലാഞ്ചി നല്ല രീതിക്ക് തന്നെ കലങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ നല്ല ഉറക്കം വന്നുകൊണ്ട് അതൊന്നും അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. നല്ല കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം.